ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. അപ്പൊ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഷോർട്ട് ട്രിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ കുറെ അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ചെറിയൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് രാവിലെ ഞങ്ങളുടെ ഒരു കൂടെ. അപ്പൊ നമ്മളിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാല് കുളമാവ് കഴിഞ്ഞ് ചെറുതോണി എത്താറായി. അപ്പൊ നല്ല മഴയാണ്, പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, എന്നാലും ഒരു സുഖമില്ല കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, പുറത്തിറങ്ങിയ കാര്യമായിട്ട് നമ്മുടെ വണ്ടിയിലെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ചെറുതോണി ചെന്ന് നമ്മുടെ ഇടുക്കി ഡാമിന്റെ അടിയിലൊക്കെ പോയിട്ട് നമ്മുടെ വണ്ടിയിലെ കുറെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല തണുപ്പും. അവിടെ ഒരു റിസോർട്ട് പോലെ എന്തോ കാണുന്നുണ്ട്. റിസോർട്ടാണെന്തോ ഒന്ന് കണ്ടിട്ട്. നല്ല സ്ഥലം. എനിക്കിഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിപ്പോൾ കുളമാവ് ഡാമിന്റെ മുകളിലാണ്. അപ്പൊ ഈ താഴെ കാണുന്ന ഡാമിന്റെ ഒരു പോർഷനാണ് ഈ താഴെ കാണുന്നത്. അതുപോലെ തന്നെ മഴ കൊള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, ഒരു രക്ഷയില്ല, കാറ്റ്, നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പൊ നമ്മളിപ്പം ഇടുക്കിക്ക് പോകുന്ന വഴിയാണ്. ചെറുതോണിക്ക് എത്താറായല്ലേ. ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ ഉണ്ട് ചെറുതോണിക്ക്. ഏകദേശം ഒരു 10-24 കിലോമീറ്റർ ഉണ്ട് ചെറുതോണിക്ക്. അപ്പൊ നമ്മളിപ്പം ഒരു കാടിന് നടുവിലാണ് ശരിക്കും പറഞ്ഞുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു ചെറിയൊരു റിവ്യൂ, അതുപോലെ തന്നെ ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് എല്ലാം കൂടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആണ്, വലിയ സീനൊന്നുമില്ല. അപ്പൊ നമ്മുടെ വണ്ടിയിൽ 1-2 അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് അപ്ഡേഷൻ ആണ് നമ്മുടെ DRL ചെയ്തേക്കുന്നത്. അപ്പം 2 സൈഡിലും നമ്മൾ 2 ഹെഡ്ലൈറ്റിനും നമ്മൾ DRL ചെയ്തിട്ടുണ്ട്. റെഡ് കളർ DRL ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഇവിടെ ഒരു വൈറ്റ് കളർ DRL നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. പിന്നെ നമ്മൾ ഈ ക്രോം ഫിനിഷ് മാറ്റി നമ്മളിവിടെ ഒരു ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റിന് ഉൾവശം ഒരു ബ്ലാക്ക് ഫിനിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീക്രോം ചെയ്തേക്കുന്നതാണ് അതിനകത്ത് മെയിൻ. അതുപോലെ തന്നെ DRL ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓൾമോസ്റ്റ് വണ്ടി നല്ലൊരു വേറൊരു ലുക്കിലോട്ട് മാറി കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇടുക്കി ഡാമിൻ്റെ അടുത്താണുള്ളത്. ഇടുക്കി ഡാം ഇവിടെ നോക്കി കാണാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ അപ്ഡേഷൻസ് ചെയ്തേക്കുന്നത് ഞാൻ ഓൾറെഡി വരുന്ന വഴിയിൽ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ചെയ്തേക്കുന്നത് നമ്മൾ DRL ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടയറെല്ലാം മാറ്റി കേട്ടോ. ടയർ നമ്മുടെ കോണ്ടിനെൻ്റലിൻ്റെ ടയർ നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്റീരിയറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് അടുത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്റീരിയറിൽ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ
ഈ എ സി വെന്റിൻ്റെ ബോർഡറെല്ലാം നമ്മൾ റെഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ബോർഡർ നമ്മൾ റെഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. റെഡ് കളർ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. പെയിൻറ് അതുപോലെ തന്നെ എല്ലാ സൈഡും അതുപോലെ തന്നെ നമ്മളുള്ള ടോയ് കാർ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്തേക്കുന്നത് ഇതൊരു മൊബൈൽ ഹോൾഡറാണ്. അത് ഈ മിററിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ഹാങ്ങർ വെച്ചിട്ടുണ്ട്. പിന്നെ ഗിയർ നോബ് നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോയിന്റ് വേറെ കൂടുതൽ അപ്ഡേഷൻസ് ഒന്നും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടില്ല കേട്ടോ ഇന്റീരിയറിൽ. അപ്പോൾ നമ്മളിതിന് അടുത്തത് ഇതിൽ ചെയ്യണമെന്ന് വിചാരിക്കും നമ്മളൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റണം. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റുമ്പോഴേക്കും നമുക്ക് അഡീഷണൽ ഒരു സബ്ബല്ല അഡീഷണൽ ഒരു ആമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അല്ലെങ്കിൽ വലിയ പെർഫോമൻസ് കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഉള്ള പെർഫോമൻസ് കിട്ടും സബിന് ആയാലും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്റീരിയറിൽ ചെയ്തേക്കുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കേട്ടോ. സീറ്റ് കവർ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു സീറ്റ് കവർ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റിയറിംഗ് കവർ എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് സബ് G-Sonic-ൻ്റെ 12 ഇഞ്ച് ഒരു ബാസ് ട്യൂബാണ് നമ്മൾ ചെയ്തേക്കുന്നത് വണ്ടിയിൽ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എക്സ്പെൻസ് അധികമൊന്നും ആയില്ല. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സബ്ബാണ് ചെയ്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്ന ഒരു സബ്ബാണ് G-Sonic-ൻ്റെ. നമ്മൾ ചെയ്തേക്കുന്നത് G-Sonic-ൻ്റെ ഒരു സബ്ബാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾ ഒരു 4-5 അപ്ഡേഷൻസ് ആണ് നമ്മൾ പുതിയതായിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ സബിൻ്റെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്റ്റീരിയോയുടെ ആ ഒരു യൂണിറ്റൊക്കെ ഒന്ന് മാറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയിൽ. നമ്മൾ ഇല്ലീഗലായിട്ട് വേറെ അപ്ഡേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളെ വണ്ടിയിൽ ചെയ്തേക്കുന്ന അപ്ഡേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇടുക്കി വരെ വന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ഇടുക്കി ഡാമിൻ്റെ നേരെ പുറകിലാണ്, ഫ്രണ്ടിലാണ് ഉള്ളത്. അതായത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ നടന്ന ആ സ്ഥലമില്ലേ, ആ ഒരു ഫൈറ്റൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ ഫൈറ്റൊക്കെ നടന്ന ആ ഒരു സ്ഥലത്താണ്, ആ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നല്ല രീതിയിൽ വീഡിയോ എടുക്കണം എന്ന് ഓർത്തോട്ടെ. പക്ഷേ മഴയാണ് ഇവിടെ, വിട്ട് നിൽക്കുന്ന മഴയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടില്ലേ, നമ്മൾ ചെയ്ത അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്, വീഡിയോയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇത്രയും നാളും യൂസ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു യൂസർ റിവ്യൂ വണ്ടിയെ പറ്റി. വേറെ മോശമൊന്നും എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല. പീരിയോഡിക്കായിട്ട് കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്യുകയാണെങ്കിൽ വണ്ടിയിൽ മൈലേജ് ഡ്രോപ്പൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല. എനിക്കൊരു 19-20 ആ ഒരു റേഞ്ചിൽ മൈലേജ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. വണ്ടി നമ്മൾ എങ്ങനെ കൊണ്ട് നടക്കുന്നോ അതുപോലെ ഇരിക്കും വണ്ടി നമുക്ക് വരുന്നൊരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. എന്തായാലും നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 10-40-50 കിലോമീറ്റർ ഡെയിലി ചെയ്ത് റൺ ചെയ്യുന്ന വണ്ടിയാണ്. വേറെ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ടൈറ്റാണ് എല്ലാ വണ്ടിക്കും ഉണ്ട്. ഞാനൊന്ന് സോൾവ് ചെയ്തതാണ്. വീണ്ടും ചെറിയ രീതിയിലുള്ള ടൈറ്റ്നെസ് ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓവറോൾ വണ്ടി നല്ലതാണ്, അടിപൊളിയാണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ.